അടുത്തതായി നമുക്ക് മൊഡ്യൂൾ 3 വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. മൊഡ്യൂൾ 3 വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് അലോയ്സ്, റിഫ്രാക്ടറീസ്, ഗ്ലാസ്, പോളിമേഴ്സ്, നാനോ കെമിസ്ട്രി. ഇത്രയും ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇവയിൽ ഇമ്പോർട്ടൻ്റ് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോയ്സ്. അലോയ്സ് എന്താണെന്ന് നമുക്കറിയാം. ലോഹസങ്കരം. രണ്ടോ അതിൽ കൂടുതൽ ലോഹങ്ങളെ നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. കാരണം ലോഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. കൊറോഷൻ ഒക്കെ ഉണ്ടാവും നമുക്കറിയാം. പക്ഷേ അലോയ്സ് ആണെങ്കിൽ കൊറോഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അലോയ് എന്ന് പറഞ്ഞാൽ ആൻ അലോയ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more എലമെൻറ്റ്സ് ഇൻ വിച്ച് വൺ ഷുഡ് ബി എ മെറ്റൽ. അതായത് രണ്ടോ അതിൽ കൂടുതലോ എലമെൻസിനെ, മൂലകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് അലോയ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ലോഹമായിരിക്കുക എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾസാണ് ബ്രാസ്, ബ്രോൺസ് എല്ലാം. അപ്പോൾ അത് എക്സാമിനേഷൻ 2 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത് പർപ്പസ് ഓഫ് മേക്കിംഗ് അലോയ്സ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ അലോയ്സ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് അലോയ്സ്. മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അലോയ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് എന്നുള്ളത്. ഒന്ന് രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ടു ഇൻക്രീസ് കൊറോഷൻ റെസിസ്റ്റൻറ്റ്. മെറ്റൽസ് പെട്ടെന്ന് കൊറോഡ് ചെയ്യും, പക്ഷേ അലോയ്സ് കൊറോഡ് ചെയ്യാറില്ല. ടു മോഡിഫൈ ഹാർഡ്നെസ്. മെറ്റൽസിൻ്റെ കാഠിന്യം നോക്കുകയാണെങ്കിൽ അലോയ്സിനേക്കാൾ കുറവാണ്, അലോയ്സ് കാഠിന്യം കൂടുതലായിരിക്കും. ടു ഇംപ്രൂവ് കെമിക്കൽ ആക്ടിവിറ്റി ഓഫ് മെറ്റൽ. അതായത് മെറ്റൽ സാധാരണ ആസിഡുമായിട്ട് ബേസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട്, പക്ഷേ അലോയ്സ് സാധാരണ എന്ത് ചെയ്യാറില്ല, ആസിഡുമായിട്ടും ബേസുമായിട്ടും ഓക്സിജനായിട്ടൊന്നും റിയാക്ട് ചെയ്യാറില്ല. കെമിക്കൽ ആക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. ടു മോഡിഫൈ കളർ. നമുക്കറിയാം അലോയ്സിന് നല്ല ഭംഗിയുള്ള കളേഴ്സ് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ വെങ്കലം, ഓക്കെ, ഗോൾഡിന് തുല്യമായ നല്ല ഭംഗിയുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അടുത്തത് ടു ലോവർ മെൽറ്റിംഗ് പോയിൻറ്റ്. മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ സോൾഡർ ടിന്നിൻ്റെയും ലെഡിൻ്റെയും കോമ്പിനേഷനാണ്. ടിന്നിനേക്കാളും ലെഡിനേക്കാളും മെൽറ്റിംഗ് പോയിൻറ്റ് കുറവാണ് സോൾഡറിന്. അപ്പോൾ സോൾഡറിങ് പർപ്പസിനാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കത് ചെയ്യാൻ സാധിക്കും. അടുത്ത ടു ഇൻക്രീസ് ടെൻസൈൽ സ്ട്രെങ്ത്. വലിച്ചു നീട്ടാനുള്ള ഫോഴ്സ് കൂടുതലാക്കാൻ സാധിക്കും. ബെറ്റർ കാസ്റ്റബിലിറ്റി, നല്ല ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് അലോയ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അലോയ്സ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് അലോയ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ബ്രാസ്, ബ്രോൺസ്, സോൾഡർ. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ഒരു അലോയിയാണ്. ഉപയോഗം എന്ന് പറയുന്നത് യൂട്ടൻസിൽസ്, പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, വയറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, മെഷീൻ പാർട്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ബ്രോൺസ്, വെങ്കലം. അതിൻ്റെ ഉപയോഗം അത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോപ്പറും അതുപോലെ തന്നെ ടിന്നുമാണ്. വെങ്കലത്തിൻ്റെ ഉപയോഗം നമുക്കറിയാം, കോയിൻസ് ഉണ്ടാക്കാൻ, നാണയം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ സ്റ്റാറ്റ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അടുത്ത സോൾഡർ, സോൾഡറിങ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. ടിന്നും ലെഡും 50% കോമ്പിനേഷനിലെടുത്താണ് സോൾഡർ ഉണ്ടാക്കുന്നത്. ഇത്രയാണ് നമുക്ക് അലോയ്സ് എന്നുള്ള ഭാഗത്തിൽ പഠിക്കാൻ വരുന്ന ടോപ്പിക്സ്. അടുത്ത റിഫ്രാക്ടറീസ്. റിഫ്രാക്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഊഷ്മാവിന് താങ്ങാൻ കഴിയുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് റിഫ്രാക്ടറീസ് എന്ന് പറയുന്നത്. അതായത് റിഫ്രാക്ടറി മെറ്റീരിയൽസ് ചൂടാക്കുന്ന സമയത്ത് അവ മെൽറ്റ് ചെയ്യാറില്ല, ഉരുകാറില്ല, സോഫ്റ്റ് ആവാറില്ല, ഷേപ്പ് ചേഞ്ച് ഒന്നും ചെയ്യാറില്ല. അത്തരം വസ്തുക്കളെ നമുക്ക് റിഫ്രാക്ടറീസ് എന്ന് പറയാം. ഇവയെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫർണസിൻ്റെ ഉൾഭാഗം കവർ ചെയ്യാനും ക്രൂസിബിളിൻ്റെ ഉൾഭാഗം കവർ ചെയ്യാനും ഒക്കെയാണ്. അതായത് ഉയർന്ന ഊഷ്മാവ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില ഫർണസുകളുണ്ട്. അതുപോലെ ക്രൂസിബിൾ, ചൂടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഉരുക്കാൻ ഉപയോഗിക്കുന്ന ക്രൂസിബിൾസ്, അതിൻ്റെ ഉൾഭാഗത്തൊക്കെ കോട്ട് ചെയ്യാനാണ് റിഫ്രാക്ടറി സാധനം ഉപയോഗിക്കാറുള്ളത്. അടുത്തത് റിഫ്രാക്ടറീസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് റിഫ്രാക്ടറിനെസ്, ചൂടാക്കിയാൽ ഉയർന്ന ഊഷ്മാവിനെ എന്ത് ചെയ്യാൻ സാധിക്കണം, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കണം. തെർമൽ സ്പാളിംഗ്, ചൂടാക്കുന്ന സമയത്ത് വിള്ളലുകൾ ഒന്നും വരാൻ പാടില്ല. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, നല്ല ഉയർന്ന ഊഷ്മാവിലിരിക്കുന്ന സമയത്തും അതിനകത്തേക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത്, വെയിറ്റുകൾ വന്നു കഴിഞ്ഞാലും അതിന് ഡാമേജ് ഉണ്ടാവാൻ പാടില്ല. കെമിക്കൽ ഇനർട്ട്നെസ്, ആസിഡ് ബേസൊക്കെ ആഡ് ചെയ്ത് ചൂടാക്കി കഴിഞ്ഞാലും കെമിക്കലി ഇനർട്ടായിരിക്കണം, കുഴപ്പമുണ്ടാവാൻ പാടില്ല. തെർമൽ എക്സ്പാൻഷൻ, അതായത് ചൂടാക്കിയാൽ ഒരു നല്ല റിഫ്രാക്റ്റീവ് മെറ്റീരിയൽ എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല. പോറോസിറ്റി, അതായത് റേഷ്യോ ബിറ്റ്വീൻ പോർ വോള്യൂം ആൻഡ് ടോട്ടൽ വോള്യൂം, അത് കുറവായിരിക്കണം. ഇതൊക്കെയാണ് റിഫ്രാക്ടറീസിൻ്റെ സാധാരണഗതിയിലുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിഫ്രാക്ടറീസ്. റിഫ്രാക്ടറീസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളത്. 3 തരം ക്ലാസിഫിക്കേഷനാണുള്ളത്. അതും കെമിക്കൽ ആക്ടിവിറ്റിയുടെ ബേസിൽ തന്നെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആസിഡ് റിഫ്രാക്ടറീസ്,
ബേസിക് റിഫ്രാക്ടറീസ്, ന്യൂട്രൽ റിഫ്രാക്ടറീസ്. ആസിഡ് റിഫ്രാക്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് അറ്റാക്ക്ഡ് ബൈ ആസിഡ്സ് ബട്ട് ഈസിലി അറ്റാക്ക്ഡ് ബൈ ബേസസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലുമിന, സിലിക്ക. അതായത് ആസിഡ് റിഫ്രാക്ടറീസിനകത്ത് നമ്മൾ ആസിഡിനെ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യപ്പെടും. അത്തരം റിഫ്രാക്ടറീസിനെ ആസിഡിക് റിഫ്രാക്ടറീസ് എന്ന് പറയാം. അടുത്തത് ബേസിക് റിഫ്രാക്ടറീസ്. അവ സാധാരണ എന്ത് ചെയ്യാറില്ല, ബേസുമായിട്ട് റിയാക്ട് ചെയ്യാറില്ല, പക്ഷേ ആസിഡുമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതിന് എക്സാമ്പിളാണ് മാഗ്നസൈറ്റ്, ഡോളമൈറ്റ് അല്ല. തേർഡ് കാറ്റഗറിയാണ് ന്യൂട്രൽ റിഫ്രാക്ടറീസ്. അവ സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബേസിക് ആയിട്ടോ ആയിട്ടുള്ള മെറ്റീരിയൽസായിട്ട് റിയാക്ട് ചെയ്യാറില്ല. അതിന് എക്സാമ്പിളാണ് ക്രോമൈറ്റ്, ഗ്രാഫൈറ്റ് അല്ല. അപ്പോൾ ഇത് എക്സാമ്പിൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത മൂന്നാമത്തെ പാർട്ടാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസ്സിൽ സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഗ്ലാസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ യൂസസും. സോഡ ഗ്ലാസ്, സോഫ്റ്റ് ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഓർ പൈറക്സ് ഗ്ലാസ്, സേഫ്റ്റി ഗ്ലാസ്, ഇൻസുലേറ്റിംഗ് ഗ്ലാസ്. ഈ 4 എണ്ണമാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. അതിൽ സോഡ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഗ്ലാസ്, അതായത് സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, സിലിക്ക ഉരുക്കി ഫ്യൂസ് ചെയ്തുണ്ടാക്കുന്ന സാധാരണ ഗ്ലാസ്. ഇതിനെ സോഫ്റ്റ് ഗ്ലാസ് എന്ന് വിളിക്കാൻ കാരണം ഇത് ടെമ്പറേച്ചറുമായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ സോഫ്റ്റ് ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് വിൻഡോ ഗ്ലാസ് ഉണ്ടാക്കാനും ബോട്ടിൽസ് ഉണ്ടാക്കാനും ഒക്കെയാണ്. അടുത്ത കാറ്റഗറിയാണ് ബോറോസിലിക്കേറ്റ് ഓർ പൈറക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ കുറച്ചുകൂടി ചെറുക്കാൻ കഴിവുള്ള ഗ്ലാസ്സുകളാണ്. ഇതിന് ഉപയോഗം എന്ന് പറയുന്നത് ലബോറട്ടറി വെയേഴ്സ് ഉണ്ടാക്കാനാണ്. ലാബ് വെയേഴ്സ്, അതായത് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന കിച്ചൺ വെയേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാനാണ്. ഇതെന്ന് പറയുന്നത് എ മിക്സ്ചർ ഓഫ് സോഡിയം, അലുമിനിയം, ബോറോസിലിക്കേറ്റ്. സോഡിയം, അലുമിനിയം, ബോറോസിലിക്കേറ്റിൻ്റെ ഒരു മിശ്രിതത്തിനെ പറയുന്ന പേരാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. അടുത്ത സേഫ്റ്റി ഗ്ലാസ്. നമുക്കറിയാം കാറിൻ്റെയും ഒക്കെ ഉള്ള ഫ്രണ്ട് ഗ്ലാസ്, അത് പൊട്ടിക്കഴിഞ്ഞാലും ചെതറിത്തെറിക്കാറില്ല. അത്തരം ഗ്ലാസ് അതുണ്ടാക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 ഗ്ലാസ് പ്ലേറ്റ് എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് വിനൈൽ പ്ലാസ്റ്റിക്കിൻ്റെ ലെയർ കൊടുത്തിട്ടാണ് സേഫ്റ്റി ഗ്ലാസ് ഉള്ളത്. ഇൻ കേസ് അത് പൊട്ടിക്കഴിഞ്ഞാലും വിനൈൽ പ്ലാസ്റ്റിക്കിന് ഇലാസ്റ്റിസിറ്റി ഉള്ള കാരണം ആ ഗ്ലാസ് പീസ് അതിൽ പറ്റിപ്പിടിച്ച് നിൽക്കും, പുറത്തേക്ക് തെറിച്ച് പോവില്ല. അത്തരം ഗ്ലാസ്സിനെ സേഫ്റ്റി ഗ്ലാസ് എന്ന് വിളിക്കാം. അടുത്തത് ഇൻസുലേറ്റിംഗ് ഗ്ലാസ്. ഇൻസുലേറ്റിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചൂട് കടത്തിവിടാത്ത ഗ്ലാസ്. അതുണ്ടാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഗ്ലാസിൻ്റെ പ്ലേറ്റ് എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത ഡ്രൈ എയർ ഫില്ല് ചെയ്താണ് ഇൻസുലേറ്റിംഗ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അതിന് ഉപയോഗം എന്ന് പറയുന്നത് റൂംസ് സെപ്പറേറ്റ് ചെയ്യാനും ചൂടുള്ള സ്ഥലങ്ങളിൽ വിൻഡോസ് ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് സാധാരണ ഗ്ലാസ്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് പോളിമേഴ്സ്. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പോളിമർ ഇസ് ഡിഫൈൻഡ് ആസ് very large molecules having high molecular mass formed by the combination of single units called monomers. അതായത് മോണോമർ എന്ന പേരുള്ള സിമ്പിൾ യൂണിറ്റുകൾ കൂടിച്ചേർന്ന് ഒരു വലിയ മോളിക്യൂളായി മാറിയതിനെ പറയുന്ന പേരാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഈ മോണോമേഴ്സ് പോളിമേഴ്സായിട്ട് കൺവേർട്ട് ആവുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഈഥീൻ കൂടിച്ചേർന്ന് പോളി ഈഥീനായി മാറുന്നത്, വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ട് പോളി വിനൈൽ ക്ലോറൈഡായി മാറുന്നത്. എക്സാമ്പിൾസ് ആയിരുന്നു അത് പഠിക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ആണ്. അതിൽ പ്രധാനമായിട്ട് 3 തരം ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പോളിമറൈസേഷൻ റിയാക്ഷൻ. പോളിമറൈസേഷൻ റിയാക്ഷനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ. 2 തരത്തിൽ നമുക്ക് ലാബിൽ പോളിമേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവയാണ് അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും. അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോണോമർ മോളിക്യൂളിനെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് മോണോമർ മോളിക്യൂൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കും. കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ആ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. ആ പുതുതായി ഉണ്ടാകുന്ന വാലൻസിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ മോളിക്യൂൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോങ് ചെയിൻ ഇങ്ങനെ ഫോം ചെയ്തു വരും. അതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോളി വിനൈൽ ക്ലോറൈഡ് PVC ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ പോളി ഈഥീൻ ഉണ്ടാകുന്നതും അഡീഷൻ പോളിമറൈസേഷൻ വഴിയാണ്. അപ്പോൾ ഈഥീനിലും പോളി വിനൈൽ ക്ലോറൈഡിലും ഡബിൾ ബോണ്ട്സ് ഉണ്ട്. ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഈഥീൻ മോളിക്യൂളിനെ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡിനെ അതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണ് ആ ചെയിൻ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അത്തരം പോളിമറൈസേഷനെ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് വിളിക്കാം. സെക്കൻഡ് കാറ്റഗറിയാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ചില കേസുകളിൽ മോണോമർ മോളിക്യൂൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കില്ല, പക്ഷേ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാവാറുണ്ട്. 2 മോണോമേഴ്സ് കൂടിച്ചേരുന്ന സമയത്ത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന ചെറിയ മോളിക്യൂൾസിനെ എലിമിനേറ്റ് ചെയ്യപ്പെടും. വാട്ടർ, ആൽക്കഹോൾ പോലെ ചെറിയ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ 2 മോളിക്യൂൾ കമ്പൈൻ ചെയ്യും. അത്തരം പോളിമേഴ്സിനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്.
അതിന് എക്സാമ്പിളാണ് നൈലോൺ 6 ഉണ്ടാവുന്നത്. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ അഡിപ്പിക് ആസിഡിൽ 2 COH ഗ്രൂപ്പ് ഉണ്ട്, ഹെക്സാമെഥിലിൻ ഡയമീനിൽ 2 അമിനോ ഗ്രൂപ്പ് NH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ NH ഗ്രൂപ്പിൽ നിന്നും COH ഗ്രൂപ്പിൽ നിന്നും OH എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് പോകും. എലിമിനേറ്റ് ചെയ്ത് പോയിട്ടാണ് ഈ 2 മോളിക്യൂൾ നമ്മൾ ആഡപ്പ് ആയി പോകുന്നത്. അപ്പോൾ ഇത്തരം കോമ്പിനേഷനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത സെക്കൻഡ് കാറ്റഗറിയാണ് ബേസ്ഡ് ഓൺ മോണോമർ. കൂടിച്ചേരുന്ന മോണോമേഴ്സിനെ നോക്കി നമുക്ക് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഹോമോ പോളിമർ ആൻഡ് കോ പോളിമർ. ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ ഒരേ മോണോമർ മോളിക്യൂൾസ് കൂടിച്ചേർന്നുണ്ടാകുന്ന പോളിമേഴ്സിനെ പറയുന്ന പേരാണ് ഹോമോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഈഥീൻ. അതായത് ഈഥീൻ മോളിക്യൂൾ കൂടിച്ചേർന്നാണ് പോളി ഈഥീൻ ഉണ്ടാവുന്നത്. അപ്പോൾ പോളി ഈഥീൻ ഹോമോ പോളിമറിന് എക്സാമ്പിളാണ്. അതുപോലെ PVC പോളി വിനൈൽ ക്ലോറൈഡ്, അതും ഹോമോ പോളിമറിന് എക്സാമ്പിളാണ്. കാരണം അവിടെയും ഉണ്ടാവുന്ന എന്താണ്, വിനൈൽ ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടാണ് പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ടാവുന്നത്. അടുത്തത് കോപോളിമർ. കോപോളിമർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോമേഴ്സ് കൂടിച്ചേർന്നുണ്ടാകുന്ന പോളിമേഴ്സിനെ പറയുന്ന പേരാണ് കോപോളിമർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനും കൂടിച്ചേർന്നാണ് നൈലോൺ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ 2 വ്യത്യസ്ത മോണോമറാണ് കൂടിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് മോണോമേഴ്സ് കൂടിച്ചേർന്നുണ്ടാകുന്ന പോളിമേഴ്സിനെ നമുക്ക് ഹോമോ പോളിമർ എന്ന് വിളിക്കാം. ഇതും എക്സാമിനേഷന് എക്സാമ്പിൾ സഹിതം ചോദിക്കാറുണ്ട്. അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് പോളിമേഴ്സും അതിൻ്റെ മോണോമേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. അതായത് പോളി ഈഥീൻ, PVC, നൈലോൺ 6 ബാക്ക്ലൈറ്റ്, ഇതിൻ്റെ എല്ലാം മോണോമേഴ്സും യൂസസും ഒന്ന് നോക്കി വയ്ക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് നാച്ചുറൽ റബ്ബർ എന്താണെന്നുള്ളത്. നാച്ചുറൽ റബ്ബർ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന റബ്ബർ ട്രീ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വൈറ്റ് കളറിലെ ലിക്വിഡാണ് റബ്ബർ എന്ന് പറയുന്നത്. കെമിക്കലി അത് ഐസോപ്രീൻ ആണ്. അല്ലെങ്കിൽ അതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് 2-methyl-1,3-butadiene ആണ്. അപ്പോൾ റബ്ബറിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്കറിയാം. ടയർ മാനുഫാക്ചറിലാണെന്നുണ്ടെങ്കിലും അതുപോലെ മെഡിക്കൽ പർപ്പസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് യൂസസ് റബ്ബറിനുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണ റബ്ബറിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. ആ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ റബ്ബറിനെ നമ്മൾ സൾഫർ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഈ വൾക്കനൈസേഷൻ ചെയ്യുന്ന സമയത്ത് റബ്ബർ ചെയിനുകളുടെ ഇടയ്ക്ക് സൾഫർ പോയി നിൽക്കുകയും ഒരു ക്രോസ് ലിങ്കിങ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ റബ്ബർ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലുള്ള റബ്ബറായിട്ട് മാറും. ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് റോ റബ്ബർ വിത്ത് സൾഫർ അറ്റ് 373 to 415 Kelvin. Zinc oxide is used as an additive. Sulfur forms cross links between various linear polymer chains during vulcanization. ഇതാണ് ഉണ്ടാവുന്നത്. വൾക്കനൈസേഷൻ എക്സാമിന് ചോദിക്കാം. അതുപോലെ മെറിറ്റ്സ് ഓഫ് വൾക്കനൈസേഷൻ, വൾക്കനൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അതാണ് പ്രിവെൻറ്റ് സ്ലിപ്പേജ് ഓഫ് ചെയിൻസ്. അതുപോലെ തന്നെ മേക്ക് ലെസ് സെൻസിറ്റീവ് ടുവേർഡ്സ് ടെമ്പറേച്ചർ ചേഞ്ചസ്, ഇൻക്രീസസ് ഇലാസ്റ്റിസിറ്റി, ഇൻക്രീസസ് ടെൻസൈൽ സ്ട്രെങ്ത്, ബിക്കംസ് ബെറ്റർ ഇൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. അപ്പോൾ വൾക്കനൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ റബ്ബർ ഉണ്ടായിരിക്കേണ്ടത് ഇത്രയും വലിയ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളാണ് റബ്ബർ ഉണ്ടായിരിക്കുക. ഇത്രയാണ് നമുക്ക് റബ്ബറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. പ്ലാസ്റ്റിക് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അതാണ് തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. തെർമോ പ്ലാസ്റ്റിക് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് അല്ലെങ്കിൽ ഷേപ്പ് മാറ്റി വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിനെ പറയുന്ന പേരാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ PVC, അതുപോലെ പോളി ഈഥീൻ. നമുക്കറിയാം 2 PVC പൈപ്പുകൾ നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂടാക്കുകയാണ് ചെയ്യുക 2 PVC പൈപ്പുകളെ. അപ്പോൾ അത് സോഫ്റ്റായി മാറും. 2 PVC പൈപ്പുകൾ നമ്മൾ ജോയിൻ ചെയ്യും. തണുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, PVCയുടെ പ്രോപ്പർട്ടീസ് എല്ലാം അതിനെ തിരിച്ച് കിട്ടുകയും ചെയ്യും. അതാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ, അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചൂടാക്കി ഒരു ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കിനെ പറയുന്ന പേരാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ബാക്ക്ലൈറ്റ്, മെലാമിൻ എല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ തെർമോ പ്ലാസ്റ്റിക്കും സെറ്റിംഗ് പ്ലാസ്റ്റിക്കും നമ്മൾ ഡിഫറൻസസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. നോക്കുകയാണെങ്കിൽ തെർമോ പ്ലാസ്റ്റിക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മോൾഡ് ചെയ്യാൻ പറ്റും,
റീഷേപ്പ് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. തെർമോപ്ലാസ്റ്റിക് പൊതുവെ ലീനിയർ പോളിമേഴ്സാണ്. തെർമോപ്ലാസ്റ്റിക് ഉണ്ടാക്കിയുള്ള അഡീഷൻ പോളിമറൈസേഷൻ വഴിയാണ്. അതുപോലെ തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ സോഫ്റ്റായി മാറുകയാണ് ചെയ്യുക. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ നമുക്ക് മോൾഡ് ചെയ്യാനും റീഷേപ്പ് ചെയ്യാനൊന്നും സാധിക്കില്ല. റീസൈക്കിളബിൾ അല്ല. ഒരിക്കലും ഒരു ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ സാധിക്കില്ല. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സാണ്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാണ് അവയെ ഉണ്ടാക്കുന്നത്. ബിക്കംസ് ഹാർഡ് ഓൺ ഹീറ്റിംഗ്. ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് കൂടുതൽ ഹാർഡായി മാറുകയാണ് ചെയ്യുക. അതൊക്കെയാണ് തെർമോപ്ലാസ്റ്റിക്കിനെ കുറിച്ചും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത് ബ്യൂണ എൻ ബ്യൂണ എസ്. ഇത് രണ്ടും ആർട്ടിഫിഷ്യൽ റബ്ബേഴ്സാണ്. ഇതിൻ്റെ മോണോമേഴ്സും അതുപോലെ യൂസസും ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോളിമേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നാനോ കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. നാനോ കെമിസ്ട്രി എന്നാൽ നമുക്കറിയാം ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മെറ്റീരിയൽസ് ഹാവിങ് സൈസ് 1 to 100 nm റേഞ്ച്. 1 മുതൽ 100 nm വരെ സൈസുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രി ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 nm വരെ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ നാനോ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നാനോമീറ്റർ ഈക്വൽ ടു 10⁻⁹ മീറ്റർ ആണ്. നാനോ പാർട്ടിക്കിൾസിൻ്റെ എക്സാമ്പിളാണ് DNA, കാർബൺ നാനോ ട്യൂബ്, ഫുള്ളറിൻ എല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത് ചോദിക്കുന്നത് നാനോ പാർട്ടിക്കിൾസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. എവിടേക്കാണ് നാനോ പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്നത്, അപ്ലിക്കേഷൻസ് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുറേ ടോപ്പിക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്, നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 4-5 പോയിൻറ്റ്സ് ഓർമ്മിച്ച് വയ്ക്കുക. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് എമൗണ്ട് ഓഫ് മെഡിസിൻ അറ്റ് എക്സാക്ട് സ്പോട്ട് ഓഫ് ദ ബോഡി, ബയോ കോമ്പാക്റ്റബിൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സർഫസ് ഏരിയ കൂടുതലായത് കാരണം അത് നല്ല കാറ്റലിസ്റ്റാണ് എന്നുള്ള കാര്യങ്ങൾ, DNA മാപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു 5 പോയിൻറ്റ്സ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വയ്ക്കുക. അടുത്തത് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 0 ഡയമെൻഷനൽ, 1 ഡയമെൻഷനൽ, 2 ഡയമെൻഷനൽ ആൻഡ് 3 ഡയമെൻഷനൽ. ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് അവയുടെ ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നാനോ പാർട്ടിക്കിൾസ് നമുക്കറിയാം വളരെ സ്മാൾ സൈസ് ആണ് എന്നുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നാനോ സ്കെയിലായിരിക്കണം, അതായത് 1 to 100 nm ആയിരിക്കണം. അത്തരം പാർട്ടിക്കിൾസിനാണ് നാനോ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 0 ഡയമെൻഷണൽ നാനോ പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ഡയമെൻഷൻസും, അതായത് XYZ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലായിരിക്കും. അതായത് ഒരു ഡയമെൻഷനും 1 to 100 nm അല്ലെങ്കിൽ 100 nm മുകളിലേക്ക് ഉണ്ടായിരിക്കില്ല. അതിന് എക്സാമ്പിൾസാണ് ക്വാണ്ടം ഡോട്ട്സ്, ഫുള്ളറിൻസ് എല്ലാം. അടുത്ത് 1 ഡയമെൻഷനിൽ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 ഡയമെൻഷൻസ് നാനോ സ്കെയിലായിരിക്കും, ഒരു ഡയമെൻഷൻ മാക്രോ സ്കെയിലുമായിരിക്കും. മാക്രോ സ്കെയിൽ എന്ന് പറയുന്ന സമയത്ത് 100 nm മുകളിലേക്ക്. അപ്പോൾ അവയുടെ ഷേപ്പ് ഏകദേശം എന്ന് പറയുന്നത് ഒരു നീഡിൽ ഷേപ്പ് ആയിരിക്കും, ഒരു സൂചിയുടെ ഷേപ്പ് ആയിരിക്കും അവയ്ക്ക് ഉണ്ടായിരിക്കുക. അവയ്ക്ക് എക്സാമ്പിളാണ് കാർബൺ നാനോ ട്യൂബ്സ്, നാനോ ഫൈബേഴ്സ് എല്ലാം. 2 ഡയമെൻഷനിലാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു ഡയമെൻഷൻ നാനോ സ്കെയിലും ബാക്കി 2 ഡയമെൻഷൻ മാക്രോ സ്കെയിലും ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇവയുടെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞൊരു പ്ലേറ്റിൻ്റെ പോലുള്ള ഒരു സ്ട്രക്ചറാണ് 2 ഡയമെൻഷൻ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുക. അതിന് എക്സാമ്പിളാണ് ഗ്രാഫീൻ, നാനോ ഫിലിംസ് എല്ലാം. അടുത്ത 3 ഡയമെൻഷൻ നമുക്കറിയാം എല്ലാ സ്കെയിലുകളും മാക്രോ സ്കെയിലായിരിക്കും. അതിന് എക്സാമ്പിൾസാണ് ഗ്രാഫൈറ്റ്, ബണ്ടിൽസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ് എല്ലാം എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഈ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത് കാർബൺ നാനോ ട്യൂബ്സ് ആണ്. നമ്മൾ ലാബിൽ സിന്തസിസ് ചെയ്തെടുത്ത ഒരു നാനോ പാർട്ടിക്കിളാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവയെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റിൻ്റെ ഒരു ലെയറിനെ ചുരുട്ടി ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി മാറ്റിയ സാധനമാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. കാർബൺ നാനോ ട്യൂബിൻ്റെ 2 സൈഡ് ക്ലോസ്ഡ് ആയിരിക്കാം, ക്യാപ്സ്യൂൾ പോലെ, അതല്ലെങ്കിൽ 2 സൈഡും ഓപ്പൺ ആയിരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം കാർബൺ നാനോ ട്യൂബ്സ് ആർ സീംസ് ടു ബി ഫോംഡ് ബൈ റോളിംഗ് എ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ ടു സിലിണ്ടറിക്കൽ ട്യൂബ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 to 100 nm ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക.
അതുപോലെ കാർബൺ നാനോ ട്യൂബ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അവയാണ് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് ആൻഡ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഒരൊറ്റ കാർബൺ നാനോ ട്യൂബ് മാത്രമാണ്. മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഒരുപാട് കാർബൺ നാനോ ട്യൂബിനെ ഫ്യൂസ് ചെയ്തെടുത്ത സാധനമാണ്. അപ്പോൾ ഒരു കാർബൺ നാനോ ട്യൂബ് എടുക്കുക, അതിലേക്ക് അടുത്ത കാർബൺ നാനോ ട്യൂബ് എൻ്റർ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാർബൺ നാനോ ട്യൂബ്സിനെ ജോയിൻ ചെയ്തെടുത്താൽ നമുക്ക് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ് കിട്ടും. അതുപോലെ ഓറിയൻറ്റേഷൻ ഓഫ് ലാറ്റിസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കാർബൺ നാനോ ട്യൂബിനെ ക്ലാസിഫൈ ചെയ്യാം. അതാണ് ആം ചെയർ, സിഗ്സാഗ്, ചിരാൽ എന്നിങ്ങനെ. അതുപോലെ കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രോപ്പർട്ടീസ്. കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കാർബൺ നാനോ ട്യൂബ് വളരെ സ്ട്രോങ് ആണ്. അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 മടങ്ങ് കൂടുതലാണ് സ്റ്റീൽ വയറിനേക്കാൾ. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 5 ടൈംസ് കൂടുതലാണ് സ്റ്റീൽ വയറിനേക്കാൾ. അതുപോലെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, മെറ്റൽസിനേക്കാൾ, ലോഹങ്ങളേക്കാൾ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്നെസ് ഓഫ് കമ്പോസിറ്റ് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. മോളിക്കുലർ ടെസ്റ്റ് ട്യൂബ്സും ക്യാപ്സ്യൂൾസും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. DNA മാപ്പിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് കണ്ടക്ടേഴ്സായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോളാർ സെല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് ഗ്രാഫീനും അതുപോലെ തന്നെ ഫുള്ളറീനും. ഈ രണ്ട് മെറ്റീരിയൽസും കാർബണിൻ്റെ അലോട്രോപ്സ് ആണ്. ഈ രണ്ട് അലോട്രോപ്സിനെ കുറിച്ചും എക്സാമിനേഷൻ സാധാരണയിൽ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, യൂസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ്, ഇത്രയും ടോപ്പിക്സാണ് ഇതിൽ വരുന്നത് കാര്യമായിട്ട് മൊഡ്യൂൾ 3യിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത് നമുക്ക് മൊഡ്യൂൾ 4ൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 4ൽ 2 ചാപ്റ്റേഴ്സാണുള്ളത്, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ. ഇലക്ട്രോ കെമിസ്ട്രി നമുക്ക് ആദ്യം പറഞ്ഞിരിക്കേണ്ടത് ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം അല്ലെങ്കിൽ അയോൺ എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന, ലഭിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയത്ത് നടക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരം റിയാക്ഷൻസിന് നമുക്ക് എന്ത് പറയാം, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. ആ 3 എണ്ണവും എക്സാമ്പിൾ സഹിതം ഓർമ്മിച്ച് വയ്ക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യങ്ങളാണ് കണ്ടക്ടേഴ്സ് എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്താണെന്നുള്ള കാര്യം. കണ്ടക്ടേഴ്സ് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ്. ഇൻസുലേറ്റേഴ്സ് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണെന്ന് നമുക്കറിയാം. കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് മെറ്റൽസ് ആണ്, ആസിഡുകൾ എല്ലാം കണ്ടക്ടേഴ്സ് ആണ് നമുക്കറിയാം. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റബ്ബർ ഒന്നും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ്, അവ ഇൻസുലേറ്റേഴ്സ് ആണ്. അതിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളതാണ് മെറ്റാലിക് കണ്ടക്ഷനും ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷനും. 2 തരം കണ്ടക്ഷനാണ് സാധനം നമ്മൾ കാണാറുള്ളത്. മെറ്റാലിക് കണ്ടക്ഷൻ, എല്ലാ ലോഹങ്ങളും എന്ത് ചെയ്യാറുണ്ട്, വൈദ്യുതി കടത്തിവിടാറുണ്ട്. അലുമിനിയം, സ്വർണം, വെള്ളി തുടങ്ങിയ എല്ലാ മെറ്റൽസും വൈദ്യുതി കടത്തിവിടും. ചില ലായനികൾ അല്ലെങ്കിൽ ചില സബ്സ്റ്റൻസസ് ഡിസോസിയേറ്റ് ചെയ്തിട്ടും അവ എന്ത് ചെയ്യാറുണ്ട്, വൈദ്യുതി കടത്തിവിടാറുണ്ട്. അത്തരം കണ്ടക്ഷനെ പറയുന്ന പേരാണ് നോൺ മെറ്റാലിക് അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് 4 മാർക്കിന്. അപ്പോൾ നോക്കാം. മെറ്റാലിക് കണ്ടക്ഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് കണ്ടക്ഷൻ നടക്കുന്നത്. നോ കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ്, അതായത് മെറ്റൽസിലൂടെ എത്ര കാലം വൈദ്യുതി കടത്തിവിട്ടാലും അവയ്ക്ക് കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതായത് മെറ്റാലിക് കണ്ടക്ഷൻ ചൂടാക്കും തോറും കുറയുകയാണ് ചെയ്യുക. നോ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ, എനർജി മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോലിറ്റിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷന് കാരണം അയോൺസ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ്, അപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷനിലൂടെ വൈദ്യുതി കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അവ ഡിസോസിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ചൂടാക്കും തോറും കണ്ടക്ട് ചെയ്യാനുള്ള ശേഷി ഇലക്ട്രോലൈറ്റിൻ്റെ കൂടുകയാണ് ചെയ്യുക. ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ടേക്സ് പ്ലേസ്, അതായത് അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ഉണ്ടാവാറുണ്ട്. അടുത്തത് കുറച്ച് ടോപ്പിക്സ് ആണ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് നോൺ ഇലക്ട്രോലൈറ്റ്സ്, അതായത് വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെ പറയുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തി വിടാത്ത ഇലക്ട്രോലൈറ്റ്സിന്, അതായത് ഒരു വസ്തു ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ NaCl എടുക്കുകയാണ്, അത് ഡിസോസിയേറ്റ് ചെയ്ത് Na+ഉം Cl- ആയിട്ട് മാറും. അത്തരം വസ്തുക്കൾ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഡിസോസിയേറ്റ് ചെയ്യാത്ത വസ്തുക്കൾ, ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ എടുക്കണം, പഞ്ചസാര വെള്ളം, അത് ഡിസോസിയേറ്റ് ചെയ്യില്ല,
അത്തരം വസ്തുക്കളെ നമുക്ക് എന്ത് പറയാം? നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. അതിൽ തന്നെ ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് എന്ത് പറയാം? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും വീക്ക് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഡിസോസിയേറ്റ് ചെയ്യുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എല്ലാം. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആകുമ്പോൾ ഭാഗികമായി മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ, അതായത് വൈദ്യുതി കുറച്ച് മാത്രമേ കടത്തി വിടുള്ളൂ. അതായത് വീക്ക് ആസിഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് എല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അടുത്തതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സബ്സ്റ്റൻസിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അത് ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രശ്നത്തെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസിനെ കുറിച്ച് നമ്മുടെ മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 2 റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതിലെ ഫസ്റ്റ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് liberated or deposited at an electrode is directly proportional to the quantity of electricity passed through the electrolyte. അതായത് ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന വസ്തുക്കളുടെ ഭാരം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോലൈറ്റിൽ എത്ര എമൗണ്ട് വൈദ്യുതി കടത്തി വിട്ടോ അതിന് ആനുപാതികമായിരിക്കും. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ്, Q എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. അതുപോലെ സെക്കൻഡ് ലോ പറയുന്നതും അതുപോലെ തന്നെയാണ്. വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി is passed through several electrolytes, the mass of substances deposited are proportional to their respective equivalent weight. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുപാട് ഇലക്ട്രോലൈറ്റുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയും ഒരേ എമൗണ്ട് വൈദ്യുതി കടത്തിവിടുകയും ചെയ്യുകയാണെങ്കിൽ ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന വസ്തുക്കളുടെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തുക്കളുടെ തന്നെ ഇക്വാലൻറ്റ് വെയ്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ലോയുടെയും സെക്കൻഡ് ലോയുടെയും സ്റ്റേറ്റ്മെൻറ്റ്സും ചോദിക്കാറുണ്ട്, അതുപോലെ അത് വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വരുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻസ്. ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ മാസ് ഓഫ് ദ എലമെൻറ്റ് ട്രാൻസ്പോർട്ടഡ് ബൈ 1 coulomb ഓഫ് ഇലക്ട്രിസിറ്റി. 1 coulomb ഇലക്ട്രിസിറ്റി കൊണ്ട് എത്ര എമൗണ്ട് സബ്സ്റ്റൻസിന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇലക്ട്രോളിസിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്, ആനോഡൈസിങ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് ലൈക്ക് കോപ്പർ, സിൽവർ എക്സെട്ര, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം എക്സെട്ര, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ എക്സെട്ര. അതിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസിൽ വരുന്നത് അതിൽ ഫസ്റ്റ് നമുക്ക് ആനോഡൈസിങ് എന്താണെന്ന് പറയാം. ആനോഡൈസിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അലുമിനിയം അതുപോലെ മഗ്നീഷ്യം പോലുള്ള മെറ്റൽസിൻ്റെ മുകളിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആനോഡൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കുക. 2 മാർക്കാണ് സാധാരണ ഇതിലത് ആനോഡൈസിങ് എന്താണെന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ 2 മെറ്റൽസിൻ്റെ കേസിൽ മാത്രമേ പറ്റൂ, അലുമിനിയവും മഗ്നീഷ്യവും. അലുമിനിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആനോഡൈസിങ് എന്ന് പറയുന്നത്. അടുത്ത് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം. നമ്മളെപ്പോഴും 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതായത് ഒരു മെറ്റലിന് മുകളിൽ വേറൊരു മെറ്റൽ കൂട്ടിയെന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഈസ് എ പ്രോസസ് ഓഫ് കോട്ടിംഗ് എ സുപ്പീരിയർ മെറ്റൽ ഓൺ ആൻ ഇൻഫീരിയർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി. ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഒരു എക്സാമ്പിൾ പഠിക്കാനുണ്ട്. അതാണ് സ്റ്റീൽ സ്പൂണിൻ്റെ മുകളിൽ നിക്കൽ എങ്ങനെ കോട്ട് ചെയ്യാം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആനോഡ്, കാഥോഡ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അതാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു ഇലക്ട്രോലിറ്റിക് സെൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, ആദ്യം ആലോചിച്ച് വയ്ക്കുക. നമുക്ക് സാധാരണഗതിയിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യാൻ വേണ്ടി വേണ്ട വസ്തുക്കളാണ് നിക്കലാണ് കൂട്ട് ചെയ്യുന്നത്. അത് പ്യുവർ നിക്കൽ, അതിനെ ആനോഡായിട്ട് എടുക്കുക. അടുത്തത് വേണ്ടത് സ്റ്റീൽ സ്പൂണാണ്. സ്റ്റീൽ സ്പൂണിനെ കാഥോഡായിട്ട് വയ്ക്കുക. ഇലക്ട്രോലൈറ്റായിട്ട് നമുക്ക് കൂട്ട് ചെയ്യേണ്ടത് നിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നിക്കൽ ക്ലോറൈഡോ അല്ലെങ്കിൽ നിക്കൽ സൾഫേറ്റോ ആണ്
ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ കണക്ഷൻ എല്ലാം നമ്മൾ സാധനം ചെയ്ത പോലെ ചെയ്ത് അത് പോസിറ്റീവ് പ്യുവർ നിക്കലിലേക്ക് കൊടുക്കുന്നു, നെഗറ്റീവ് സ്റ്റീൽ സ്പൂണിലേക്ക് കൊടുക്കുന്നു, ഇലക്ട്രോലൈറ്റായിട്ട് നിക്കൽ സൾഫേറ്റോ അല്ലെങ്കിൽ നിക്കൽ ക്ലോറൈഡോ എടുക്കുന്ന സമയത്ത് ആനോഡിലുള്ള നിക്കൽ Na2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് വന്നുകൊണ്ടിരിക്കും. ദെൻ ആ Na2+ നേരെ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോവും, അതാണ് കാഥോഡ്. അവിടെ സ്റ്റീൽ സ്പൂൺ ഉണ്ട്, അവിടെ വെച്ച് Na2+ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് സാധാരണ മെറ്റലായിട്ട് മാറി ആ സ്പൂണിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ എന്തിനുണ്ടാവുന്നത്, ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, അതുപോലെ സെൽ റിയാക്ഷൻസ്, ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ആ ഡയഗ്രവും ഒന്ന് വരച്ച് വയ്ക്കുക. അടുത്ത് റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആണ്. മെറ്റൽസിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക എന്നുള്ളത് നമുക്കറിയാം. വൈദ്യുതി കടത്തിവിടണമെന്നുണ്ടെങ്കിലൊക്കെ എപ്പോഴും മെറ്റൽ, ഇപ്പോൾ കോപ്പർ എടുക്കുകയാണെങ്കിൽ കോപ്പറൊക്കെ 100% അല്ലെങ്കിൽ 99.9% പ്യുവർ ആയിരിക്കണം. അപ്പോൾ കോപ്പറിനെ എങ്ങനെ ശുദ്ധമാക്കി എടുക്കാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോലൈറ്റിക് സെൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. പ്യുവർ കോപ്പറിൻ്റെ റോഡ് നമ്മൾ കാഥോഡായിട്ട് വയ്ക്കുന്നു, ഇംപ്യുവർ കോപ്പറിൻ്റെ റോഡ് ആനോഡായിട്ട് വയ്ക്കുന്നു. നേരത്തെ പറഞ്ഞ റിയാക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇംപ്യുവർ കോപ്പർ ആനോഡിലുണ്ടാവുന്ന ഇംപ്യുവർ കോപ്പറിന് ഓക്സിഡേഷൻ ആദ്യം സംഭവിക്കും. Cu gives Cu2++2 ഇലക്ട്രോൺസ്. അങ്ങനെ അത് ഇലക്ട്രോലൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ Cu2+ നേരെ പ്യുവർ കോപ്പറിൻ്റെ അടുത്തെത്തും. പ്യുവർ കോപ്പറിൽ സംഭവിക്കുക, പ്യുവർ കോപ്പറിലേക്ക് വരുന്ന സമയത്ത് Cu2++2 ഇലക്ട്രോൺസ് ജോയിൻ ചെയ്ത് സാധാരണ കോപ്പറായി മാറുന്നു. അത് ആ റോഡിനോട് പറ്റിപ്പിടിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇംപ്യുവർ കോപ്പർ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിലുള്ള പ്യുവർ കോപ്പർ കംപ്ലീറ്റ് നമ്മുടെ പ്യുവർ കോപ്പർ കാഥോഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഇംപ്യുവർ കോപ്പറിലെ വേസ്റ്റ് കംപ്ലീറ്റ് ആനോഡ് മഡായിട്ട് എന്ത് ചെയ്യാം, താഴെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇത്രയാണ് റിഫൈനിങ് ഓഫ് കോപ്പർ പറയാനുള്ളത്. അപ്പോൾ ഇതും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ്, അതുപോലെ റിഫൈനിങ് ഓഫ് കോപ്പർ, ഈ രണ്ട് കാര്യങ്ങളും എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത് പറയാനുള്ളത് ടൈപ്സ് ഓഫ് സെല്ലുകളാണ്. പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ഫ്യൂവൽ സെല്ല്. അതുപോലെ എന്ത് ചെയ്യാനുണ്ട്, നമുക്കതിൻ്റെ എക്സാമ്പിൾസും പഠിക്കാനുണ്ട്. പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസിന് മാത്രം പറ്റുന്ന സെല്ലുകൾ. അതായത് നമ്മൾ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, അത് സിംഗിൾ യൂസിന് മാത്രമാണ് പറ്റുക. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, റിഡോക്സ് റിയാക്ഷൻ, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും ഒരിക്കൽ മാത്രമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സെല്ലിനെ വലിച്ചെറിയാൻ മാത്രമേ പറ്റൂ, ഡെഡ് ആയിരിക്കും സെല്ല്. അത്തരം സെല്ലുകളെ പ്രൈമറി സെൽസ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിളാണ് ഡ്രൈ സെല്ല്, ഡാനിയൽ സെല്ലെല്ലാം. സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺസിലെല്ലാം ഉപയോഗിക്കുന്ന ബാറ്ററി, അത് നമുക്ക് ചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അവിടെ റിഡോക്സ് റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അത്തരം സെൽസിനെ പറയുന്ന പേരാണ് സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് ലിഥിയം അയോൺ സെല്ല്, നിക്കൽ കാഡ്മിയം ബാറ്ററി, എല്ലാം അതിന് എക്സാമ്പിൾസാണ്. അടുത്തത് ഫ്യൂവൽ സെൽസ്. സാധാരണ ഫ്യൂവൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, കത്തിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഹീറ്റ് എനർജിയാണ് എടുക്കാറുള്ളത്. ഇവിടെ അതല്ല, ഫ്യൂവലിനെ നമ്മൾ, അതായത് ഹൈഡ്രജൻ, ആൽക്കഹോൾ പോലുള്ള ഫ്യൂവൽസിനെ നമ്മൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ആയിട്ട് യൂസ് ചെയ്യും. അതായത് ഫ്യൂവൽ എനർജീനെ നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. അത്തരം സെൽസിനെയാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ, ഓക്സിജൻ ഫ്യൂവൽ സെല്ലെല്ലാം. ഓക്കെ, അടുത്തതായിട്ട് ഒരു കമേഴ്ഷ്യൽ സെല്ല് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ കടയിൽ പോയിട്ട് ഒരു ബാറ്ററി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാറ്ററിക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, കോമ്പാക്റ്റ് ആയിരിക്കണം, ട്രാൻസ്പോർട്ടിന് എളുപ്പമായിരിക്കണം, വോൾട്ടേജ് വാരി ചെയ്യാൻ പാടില്ല, ലോങ് ലൈഫ് ഉണ്ടായിരിക്കണം, പൊല്യൂഷൻ ഫ്രീ ആയിരിക്കണം. ഇതൊക്കെയാണ് ഒരു ബാറ്ററിക്ക് ഉണ്ടായിരിക്കുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ സെൽസായിട്ട് പ്രധാനമായിട്ട് പഠിക്കേണ്ട സെൽസായിട്ട് പഠിക്കാൻ പോവാണ്. അതിലത്തെ ഫസ്റ്റ് വണ്ണാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിങ്കും കോപ്പറും ഉപയോഗിച്ച് ഒരു ഡാനിയൽ സെൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് എക്സാമിനേഷൻ സ്ഥിരമായി ചോദിക്കും, ഷുറായും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഡാനിയൽ സെൽ ഉണ്ടാക്കുകയാണെങ്കിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റോഡുകൾ വേണം. സിങ്കിനെ സിങ്ക് സൾഫേറ്റിലും കോപ്പറിനെ കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ സിങ്കിനെയും കോപ്പറിനെയും എന്ത് ചെയ്യാണ്, ഒരു എക്സ്റ്റേണൽ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റുകളെ സിങ്ക് സൾഫേറ്റിനെയും കോപ്പർ സൾഫേറ്റിനെയും ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചും കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ആനോഡിൽ ഓക്സിഡേഷനാണ്. സിങ്ക് ആണ് ആനോഡ്,
സിങ്ക് Zn2++ ഇലക്ട്രോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഫ്ലോ ചെയ്യും. ദെൻ കോപ്പറിൽ സംഭവിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂഷനിലെ Cu2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നു, കോപ്പറായി മാറുന്നു. ദെൻ കോപ്പർ റോഡിൻ്റെ മുകളിൽ സൊല്യൂഷനിലുള്ള കോപ്പർ കംപ്ലീറ്റ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് Zn+Cu2+ ഗീവ്സ് Zn2++ Cu ആണ്. അതുപോലെ സെൽഫ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതേണ്ടതുണ്ട്. Zn ബാർ Zn2+, Cu2+, Cu. ഇത്രയാണ് നമുക്ക് ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത് എക്സാമിനേഷന് ഒരു 4 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാൾട്ട് ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞു, ഇലക്ട്രോലൈറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബ് ആവാം, അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ പേപ്പർ ഒരു ഇനർട്ട് ഇലക്ട്രോഡിൽ, പൊട്ടാസ്യം ക്ലോറൈഡ് പോലെ ഇനർട്ട് ഇലക്ട്രോഡിൽ ഡിപ്പ് ചെയ്തെടുത്ത സാധനമായിരിക്കാം. ഇതിൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ 2 സൊല്യൂഷൻസ്, 2 സൊല്യൂഷൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൊല്യൂഷൻ മിക്സ് ആവാതെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് കംപ്ലീറ്റ് സർക്യൂട്ട്, മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, അവോയ്ഡ്സ് ഇൻ്റർമിക്സിങ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഇതൊക്കെയാണ് ഒരു സാൾട്ട് ബ്രിഡ്ജിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇതും എക്സാമിനേഷൻ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സിങ്കും കോപ്പറും ഉപയോഗിച്ച് നമുക്ക് ഒരു ഡാനിയൽ സെൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സിങ്കും കോപ്പറും മാത്രമല്ല, ഏത് മെറ്റൽസ് ഉപയോഗിച്ച് നമുക്ക് ഡാനിയൽ സെൽ ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ വേണ്ടത് മെറ്റൽസ് തമ്മിൽ എന്ത് വേണം, ഒരു ഡിഫറൻസ്, റിയാക്ടിവിറ്റിയിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ മെറ്റൽസിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണ്. ദെൻ അതിനെ എന്ത് ചെയ്തു, ഒരു ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണ്. ആ അറേഞ്ച് ചെയ്ത സീരീസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറയാം, ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഇസ് അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ്. അതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അതിൻ്റെ അപ്ലിക്കേഷൻസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ്, ഇങ്ങനെ മെറ്റൽസിനെ നമ്മൾ സീരീസ് ആക്കി വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയിട്ട് നമ്മൾ മെറ്റൽസിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിൽ കിടക്കുന്ന മെറ്റൽസ് എല്ലാം എപ്പോഴും എന്തായിരിക്കും, ആനോഡായിരിക്കും. താഴെയുള്ള മെറ്റൽസിലും എപ്പോഴും എന്തായിരിക്കും, കാഥോഡായിരിക്കും. അപ്പോൾ അത് നോക്കി ആനോഡും കാഥോഡും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ EMF, ഒരു സെല്ലിൻ്റെ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിൽ കിടക്കുന്ന മെറ്റൽസ് ആനോഡായിരിക്കും, അതിൻ്റെ വാല്യൂ അവിടെ നിന്ന് എടുക്കുക. കാഥോഡിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നോക്കിയാൽ കിട്ടും. രണ്ടും തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് EMF എന്ന് പറയുന്നത്. അടുത്തത് ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്. അതുപോലെ തന്നെ ഏതാണ് മോർ റിയാക്റ്റീവ് മെറ്റൽ, ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഏതാണെന്നുള്ളത്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിലെ മെറ്റൽസ് എല്ലാം റിയാക്ടിവിറ്റി കൂടുതലുള്ളവയായിരിക്കും, താഴെയുള്ളവെല്ലാം റിയാക്ടിവിറ്റി കുറഞ്ഞവയായിരിക്കും. അതുപോലെ തന്നെ മെറ്റൽസിൻ്റെ ഒരു എക്സ്ട്രാക്ഷനെ കുറിച്ചൊരു പിക്ചർ. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിൽ കിടക്കുന്ന മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും, താഴെ കിടക്കുന്ന മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ കൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ 2-3 സെൽ റിയാക്ഷൻസ് വരുന്നുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ടോപ്പിക്സോ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് മൊഡ്യൂൾ 2 വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് കൊറോഷൻ. കൊറോഷൻ എന്താണെന്ന് നമുക്കറിയാം. മെറ്റൽസ് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, വാട്ടർ വേപ്പേഴ്സ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുകയും മെറ്റൽ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൊറോഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ഓക്സൈഡ്, അലുമിനിയം പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അലുമിനിയം ഓക്സൈഡിന് ഒരു കവറിങ് ഉണ്ടാവുന്നത്. ഇതെല്ലാം കൊറോഷൻ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ കൊറോഷൻ 2 രീതിയിലാണ് നടക്കുന്നത്. ഡ്രൈ കൊറോഷൻ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ, അത് കൂടാതെ തന്നെ വെറ്റ് ഓർ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. ഇങ്ങനെ 2 തരം കൊറോഷനാണുള്ളത്. ഡ്രൈ കൊറോഷൻ എന്ന് പറയുന്ന സമയത്ത് മെറ്റൽസ് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് റിയാക്ട് ചെയ്യും. ഉദാഹരണം അലുമിനിയം അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഡയറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുകയും അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ എക്സാമ്പിളാണ്. അടുത്തത് വെറ്റ് ഓർ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ.
ഇവിടെ ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അവിടെ ഒരു വെറ്റ് കണ്ടീഷൻ ഉണ്ടാവും, നനഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ആ നനവുണ്ടാക്കുന്ന ലിക്വിഡ് ഒരു ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ഇലക്ട്രോലൈറ്റുമായിട്ട് കോൺടാക്റ്റ് ആയി വരുന്ന മെറ്റൽ പാർട്ട് ആനോഡായിരിക്കും. അടുത്ത ഭാഗം എയറുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ഭാഗം കാഥോഡുമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോഡ് എപ്പോഴും എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്ത് നശിച്ചു പോകും, കാഥോഡ് സേഫായിട്ടിരിക്കും. നമുക്കറിയാം കടലിൽ വെള്ളത്തിലൂടെ പോകുന്ന ബോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൻ്റെ വെള്ളവുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ഭാഗം നശിച്ചു പോയിട്ടുണ്ടാവും, മുകൾ ഭാഗം അത്ര നശിക്കാതിരിക്കും. അതുപോലെ വെള്ളം കടത്തിവിടുന്ന പൈപ്പ്, ആ പൈപ്പിൻ്റെ ഉൾഭാഗം വെള്ളവുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഭാഗം പെട്ടെന്ന് നശിച്ചു പോകും, മുകൾ ഭാഗം സേഫായിട്ടിരിക്കും. ഇതാണ് കൊറോഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. രണ്ട് തരം കൊറോഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. റസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എക്സാമ്പിളാണ്. റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, Fe2O3XH2, അതാണ് റസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുല. അത് എക്സാമിനേഷൻ ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്, ഓർമ്മിച്ച് വയ്ക്കാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് കണ്ടീഷൻ ഫോർ റസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൊറോഷൻ. കൊറോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ മെറ്റൽ. നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പറഞ്ഞു, അതിനകത്ത് മുകളിൽ കിടക്കുന്ന മെറ്റൽസ് എല്ലാം എന്ത് ചെയ്യും, പെട്ടെന്ന് കൊറോഡ് ചെയ്യും. പ്യൂരിറ്റി ഓഫ് ദ മെറ്റൽ, ശുദ്ധമായ മെറ്റലാണെങ്കിൽ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യും, അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ കൊറോഷൻ കൂടുതലായിരിക്കും. നേച്ചർ ഓഫ് ഓക്സൈഡ് ഫില്ലിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു അലുമിനിയം ഓക്സൈഡ് എടുക്കുകയാണ്, അലുമിനിയത്തിൻ്റെ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അലുമിനിയത്തിനെ അതെന്ത് ചെയ്യും, നശിക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം അതൊരു യൂണിഫോം കോട്ടിംഗ് ആണ്, പെയിൻറ്റ് അടിച്ച പോലെ അലുമിനിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഇരുമ്പിൻ്റെ കേസ് അതല്ല, തുരുമ്പ് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നവയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതിലൂടെ വീണ്ടും ഓക്സിജൻ ഉള്ളിലേക്ക് കയറും, കൊറോഷൻ ഫാസ്റ്റ് ആയിരിക്കും. സ്ട്രെയിൻ ഇൻ ദ മെറ്റൽ, ഒരു മെറ്റൽ നമ്മൾ വളച്ചു വെച്ച് ഉപയോഗിക്കുകയാണ്, ഏതെങ്കിലും ഭാഗത്ത് സ്ട്രെയിൻ വരികയാണെങ്കിൽ ആ സ്ട്രെയിൻ വരുന്ന ഭാഗത്ത് കൊറോഷൻ കൂടുതലായിരിക്കും. പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയർ, പ്രസൻസ് ഓഫ് H2O ഇൻ അറ്റ്മോസ്ഫിയർ, പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, കൊറോഷൻ കൂടുതലായിരിക്കും. നമുക്കറിയാം ഡിസേർട്ട് ഏരിയയിൽ, മരുഭൂമിയിൽ കൊറോഷൻ കുറവായിരിക്കും, കടൽ തീരത്ത് കൊറോഷൻ കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം കടൽ തീരത്ത് വെള്ളവുമുണ്ട്, വെള്ളത്തിൽ സാൾട്ട് കണ്ടൻറ്റും ഉണ്ടാവും, അപ്പം നല്ല ഇലക്ട്രോലൈറ്റ് ആണ്, അപ്പോൾ എന്ത് ചെയ്യും, കൊറോഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഡിസേർട്ടിലാണെങ്കിൽ അവിടെ ഡ്രൈ കണ്ടീഷൻ ആയിരിക്കും, അപ്പോൾ കൊറോഷൻ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കൊറോഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കൊറോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. പ്രിവെൻഷൻ അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് കൊറോഷൻ. അതിന് 4 മെത്തേഡ്സ് നമ്മൾ പറയുന്നത്. മെയിൻറ്റെയിനിങ് പ്യൂരിറ്റി ഓഫ് ദ മെറ്റൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റൽ 100% ശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് അലോയിങ്, നമ്മൾ നേരത്തെ പറഞ്ഞു അലോയ്സിന് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അപ്പോൾ അലോയ്സ് ആക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത റിമൂവൽ ഓഫ് O2 ആൻഡ് H2O ഫ്രം ദ എൻവയോൺമെൻറ്റ്, അന്തരീക്ഷത്തിലെ ഓക്സിജനെയും വാട്ടർ വേപ്പേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പക്ഷേ ഒരു വലിയൊരു ബൾക്കായ ഒരു ഏരിയയിൽ അത് പോസിബിൾ അല്ല. പക്ഷേ നമ്മൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം കൊണ്ടുവരുന്ന ചെറിയ ബോക്സിനകത്ത് സിലിക്കാ ജെൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള വാട്ടർ വേപ്പേഴ്സിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ 4ാമത്തെ മെത്തേഡാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പെയിൻറ്റ് അടിക്കുന്ന പോലെ മെറ്റൽ സർഫസിനെയും എൻവയോൺമെൻറ്റിനെയും ഇടയ്ക്ക് എന്ത് ചെയ്യാണ്, ഒരു ഫിസിക്കൽ ബാരിയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫിസിക്കൽ ബാരിയറിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യില്ല, ഓക്സിജനും വാട്ടറിനും ഉള്ളിലേക്ക് കയറില്ല, മെറ്റൽസിനെ കൊറോഡ് ചെയ്യിക്കില്ല. ആ പ്രശ്നം പറഞ്ഞ പേരാണ് ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെയാണ് മെറ്റാലിക് കോട്ടിംഗ്, രണ്ടാമത്തെ നോൺ മെറ്റാലിക് കോട്ടിംഗ്, അടുത്തത് ഓർഗാനിക് കോട്ടിംഗ്. മെറ്റാലിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇലക്ട്രോ പ്ലേറ്റിംഗ് പറഞ്ഞു, ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാം, വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുക. അതെപ്പോഴും നല്ലത് മെറ്റലിൻ്റെ മുകളിൽ മോർ ആക്റ്റീവ് മെറ്റൽ കോട്ട് ചെയ്യുന്നതാണ്. ഇരുമ്പിൻ്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം സിങ്കും ഇരുമ്പും കൂടി കോൺടാക്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ സിങ്ക് ആനോഡും ഇരുമ്പ് കാഥോഡുമായിരിക്കും. അപ്പോൾ കാഥോഡായിട്ടുള്ള ഇരുമ്പ് എന്ത് ചെയ്യും, കൂടുതൽ സേഫായിട്ടിരിക്കും, ആനോഡ് നശിച്ചു പോയിക്കോളും. അപ്പോൾ ഇരുമ്പിൻ്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുന്ന പ്രശ്നത്തെ പറയുന്ന പേര് ഗാൽവനൈസേഷൻ എന്നാണ്. GI ഷീറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അത് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക ഇതിൻ്റെ കൂടെ തന്നെ. അടുത്ത നോൺ മെറ്റാലിക് കോട്ടിംഗ്. നോൺ മെറ്റാലിക് കോട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് നോൺ മെറ്റൽസ് കോട്ട് ചെയ്യുക. ആനോഡൈസിങ് നമ്മൾ പറഞ്ഞു, അലുമിനിയം മഗ്നീഷ്യത്തിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സൈഡ് ലെയർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ, ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് ക്രോമേറ്റ് ഓർ ഫോസ്ഫേറ്റ്, ഇതിനാണ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ പെയിൻറ്റ് അടിക്കുന്ന പോലെ എന്ത് ചെയ്യും, ഇരുമ്പിൻ്റെ മുകളിൽ അടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് ഒരു ക്രോമേറ്റിനെയും ഫോസ്ഫേറ്റിനെയും ലെയർ ഇരുമ്പിൻ്റെ മുകളിൽ ഉണ്ടാവും.
അത് കൊറോഷൻ എന്ത് ചെയ്യും, ഇരുമ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്ത് ഓർഗാനിക് കോട്ടിംഗ്. ഓർഗാനിക് കോട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കോട്ട് ചെയ്യാം, റബ്ബർ ഉപയോഗിച്ച് കോട്ട് ചെയ്യാറുണ്ട്, ടഫ്ലോൺ കോട്ടിംഗ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഓർഗാനിക് കോട്ടിങ്ങിൽ വരുന്നവയാണ്. ഓക്കെ. അടുത്തത് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കാതോലിക് പ്രൊട്ടക്ഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് ഇരുമ്പിൻ്റെ പൈപ്പുകളെ, ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഓയിലും അതുപോലെ ഗ്യാസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇരുമ്പിൻ്റെ പൈപ്പുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഇരുമ്പിൻ്റെ പൈപ്പുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുമ്പിൻ്റെ പൈപ്പ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇരുമ്പിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലുള്ള സിങ്കോ മെഗ്നീഷ്യമോ എന്തുമായിട്ട് കോൺടാക്ട് ചെയ്ത് വെക്കും, ഇരുമ്പുമായിട്ട് കോൺടാക്ട് ചെയ്ത് വെക്കും. അങ്ങനെ കോൺടാക്ട് വെക്കുന്ന സമയത്ത് ആ മെറ്റൽ, റിയാക്ടിവിറ്റി കൂടുതൽ മെറ്റൽ ആനോഡായിട്ട് നശിച്ചു പോവും, ഇരുമ്പ് സേഫ് ആയിട്ടിരിക്കും. ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സാക്രിഫിഷ്യൽ അല്ലെങ്കിൽ കാതോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കൊറോഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ എല്ലാ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, തിയറി പാർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.